അപ്പോൾ നമ്മുടെ പാർട്ട് 2 ആണിത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ട്രെയിനിൽ തന്നെ ഒന്ന് ഫ്രഷപ്പ് ആവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ ട്രെയിൻ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ പിടിച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ തൊട്ടടുത്താണ് നമ്മുടെ സ്റ്റേഷൻ, പക്ഷേ അതിന് മുന്നേ കുറച്ച് നേരം ട്രെയിൻ പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടാണ്. ഈ സൂര്യപ്രകാശമൊക്കെ വന്ന് തുടങ്ങുന്ന സമയമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടായത്. നമുക്ക് 1 മണിക്കൂറത്തേക്ക് 60 രൂപ GST കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനും നമുക്ക് AC ആണ് ഫുള്ള്, റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലം. അപ്പം നമ്മൾ അവിടെ കയറി എല്ലാവരും ഫ്രഷപ്പ് ആയി. പിന്നെ ഫുഡ് കഴിക്കും. ഇങ്ങനൊരു കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അവർ നമ്മൾ ഇഡലിയും ചട്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് അവിടെ ടാക്സി ഉണ്ടാവും കേട്ടോ. അപ്പം അവരിങ്ങനെ നമ്മൾക്ക് വേണ്ടി വന്ന് നിൽക്കും. അപ്പം നമ്മളുടെ ഒരു ടാക്സി എടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മുടെ ആ മൂകാംബികയുടെ ആർച്ച് അവിടെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ എത്തി ഈ അമ്പലത്തിലേക്ക് നടന്ന് പോവുകയാണേ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പനും മോളും കൂടെ ഫ്രണ്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മളുടെ ഒരു പൂജാത്തട്ടൊക്കെ മേടിച്ച് ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ, എൻ്റെ ഡ്രസ്സൊക്കെ കാണിക്കാനായിട്ട്. അത് ഞാൻ നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എഴുത്തിലിരുന്ന സ്ഥലം. അപ്പോൾ ആമിക്കുട്ടിയെ എഴുത്തിനൊക്കെ ഇരുത്തി ആ വീഡിയോ എടുത്തു. പക്ഷേ ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. 100 രൂപയ്ക്കുള്ള ക്യൂ ഉണ്ടല്ലോ, അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് തൊഴുത് ഇറങ്ങിയിട്ട് ഒരു നെയ്വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ ദേവിക്ക്. അപ്പം നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അവിടെ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മൾ കൃത്യസമയം ഇറങ്ങി. അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറേ പേരുണ്ടായി. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നേരെ ഭക്ഷണം കഴിക്കാനെത്തി. വലിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ ചമ്മന്തി, സാമ്പാർ, രസം, പായസം, മോര്, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. അമ്പലത്തിലെ പ്രസാദത്തിലെല്ലാം പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ട്രെയിൻ തിരിച്ചു വന്നപ്പോൾ നല്ല ലേറ്റ് ആയിരുന്നുണ്ട്. അപ്പം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇത് മറ്റേ കൊങ്കൺ ആണ് അത് കാണിച്ചിരുന്നതുകൊണ്ട് അത്ര തന്നെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ നടച്ചിട്ടോ. അത്യാവശ്യം നല്ല ദൂരം വരെ നടന്നു കേട്ടോ. പിന്നെ സമയവും പോകണ്ടേ. 5 മണിക്ക് വരേണ്ട ട്രെയിൻ 8:30 ആയിട്ടോ വന്നപ്പോൾ. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുക്കും. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു വരുന്ന ട്രെയിൻ വരുന്ന വീഡിയോയും നമ്മൾ വീടെത്തുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബൈ.